എനിക്ക് നിങ്ങളായിട്ട് എൻ്റെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാനൊരു വൈറ്റനിങ് ക്രീമിൽ അഡിക്റ്റഡ് ആയിരുന്നു. അതായത് ഒരു 5 to 6 years ആയിട്ട് ഞാനൊരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ലാസ്റ്റ് എനിക്ക് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരെ എത്തി. കാരണം അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എനിക്കെൻ്റെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് സ്കിൻ തിൻ ചെയ്തു. അതേപോലെ തന്നെ മേക്കപ്പ് ഇടുന്ന സമയത്ത് സ്കിൻ ഭയങ്കരമായിട്ട് അലർജിക് ആവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. വെയിലത്തോട്ട് ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് റെഡ്നെസ് ആവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് എനിക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ടും പറ്റിയില്ല. കാരണം ഇത് നമ്മൾ ഒരു ഡേ ഇട്ടിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണല്ലോ ഇടുക. അങ്ങനെ 2 to 3 days കഴിഞ്ഞതിന് ശേഷം നമ്മളിത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇടാണ്ടിരിക്കുമ്പോൾ എഗെയിൻ ഇതൊരു അലർജിക്ക് പോലെ ഫേസ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഈ ഒരു ക്രീം ഇടാനായിട്ട് ഫേസ് നമ്മളിങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. കുറേ യൂട്യൂബ് ചാനൽസൊക്കെ നോക്കി, റെഫറൻസിനൊക്കെ നോക്കിയിട്ടും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഹോം റെമഡീസ് ഒന്നും എനിക്ക് വർക്കായില്ല. അങ്ങനെ എനിക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലും പോയില്ല. സ്വന്തമായിട്ട് എന്നെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ക്രീംസൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്നായിരുന്നു ഞാൻ തിങ്ക് ചെയ്തത്. അങ്ങനെ പിന്നെ കുറേ നാൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു, നടന്നില്ല. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാനൊരു യൂട്യൂബറിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ കാണാനായിട്ട് ഇടയുണ്ടായി. അതിൽ 1-2 പ്രോഡക്റ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. ആ പ്രോഡക്റ്റ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഒരു എനിക്ക് പറ്റുന്ന, എനിക്ക് ചേരുന്ന ഒരു റൊട്ടീനിൽ ഞാൻ അതിനെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ഞാൻ യൂസ് ചെയ്തു. അതെനിക്ക് റിയലി എനിക്കത് വർക്കായി. ആ ഒരു 3-4 പ്രോഡക്റ്റ്സാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോണത്. നിങ്ങൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്ക്. ഇപ്പം ഈ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ ഒരു കളറിലോട്ട് പോകും എന്നൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കുറേ യൂട്യൂബ് ചാനൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റ്സ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും, ഞാൻ അതെല്ലാം ഇരുന്ന് വായിക്കുമായിരുന്നു ആ സമയത്ത്. ഇത് സ്റ്റോപ്പ് ചെയ്യണം, എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നൊക്കെ ആലോചിച്ചിരുന്ന സമയത്ത് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഈ വൈറ്റനിങ് ക്രീംസിൽ പെട്ടിട്ട് അതിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരണമെന്ന് അറിയാതെ ഇരിക്കുന്നവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആ 3 പ്രോഡക്റ്റ്സ് കാണിക്കാം. അതിൽ 2 പ്രോഡക്റ്റ്സ് എൻ്റെ കയ്യിലുണ്ട്, ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിലില്ല, അത് ഹോസ്റ്റലിലാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് ഗ്ലെൻമാർക്കിൻ്റെ എലോവേര ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ എഫക്റ്റാണ് വരുന്നത്. പാരബൺ ഫ്രീ ആണ്. എൻറിച്ച് ആൻഡ് വിറ്റമിൻ ഇ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് വരുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ ഭയങ്കരമായിട്ട് ഓയിലി ആയിരിക്കും. ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഓയിലി ആണ്. എല്ലാവർക്കും പറ്റണമെന്നുണ്ടാവില്ല. കാരണം ഗ്രാജുവലി നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും നമ്മൾ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഈ മോയ്സ്ചറൈസർ ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ സ്കിന്നിൽ മുഖം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇതെൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ക്രീമാണ്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് ഞാൻ മൊത്തം യൂസ് ചെയ്തു. ഇത് വന്നിട്ട് എബ്രിക്കോണസോൾ ക്രീം എന്ന് പറഞ്ഞിട്ടൊരു ക്രീമാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിടാം ഇതിൻ്റെ ബ്രാൻഡ്സും കാര്യങ്ങളും ഒക്കെ. കാരണം ഈ ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഇത് നമുക്ക് സ്കിന്ന് റാഷസ് ഒക്കെ വരുമല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് ഇച്ചിങ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഓയിൽമെൻറ്റ് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു സോപ്പാണ്. ആ സോപ്പിൻ്റെ ഡീറ്റെയിൽസ്, ആ സോപ്പിൻ്റെ ബോക്സ് ഒന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ ഹോസ്റ്റലിലായിപ്പോയി. ഞാൻ അതിൻ്റെ പിക്ചർ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ കാണിക്കാം. സോപ്പ് അതും ഭയങ്കര എഫക്റ്റീവാണ്. ആ സോപ്പിട്ട് നമ്മൾ ബോഡി വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഏരിയയിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ആ സോപ്പിട്ടിട്ട് വേണം വാഷ് ചെയ്യാൻ. അതിനുശേഷം ഈ ക്രീം അപ്ലൈ ചെയ്യുക. ഈ ക്രീമിന് ശേഷം നമ്മൾ ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ അപ്ലൈ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ രാത്രി മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും. കാരണം മോയ്സ്ചറൈസർ ഭയങ്കര ഓയിലി ആണ്. കൺസിസ്റ്റൻസി ഓയിലി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടാവില്ല. അപ്പം അത് നൈറ്റ് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മുടെ ഫേസ് റബ്ബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ റബ്ബ് ചെയ്യാനായിട്ട് ഒരു ടവല് കരുതുക. പുതിയൊരു ടവല് തന്നെ കരുതുക, അല്ലെങ്കിൽ ബാക്ടീരിയാസൊക്കെ ഭയങ്കരമായിട്ടും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്.
സോ ഈ 3 ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ നമ്മൾ എപ്പോഴും പുറത്തോട്ട് മാത്രം നമ്മൾ ഓയിൽമെൻറ്റ് മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിലോട്ടും കൂടി നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അതായത് ജ്യൂസ് ഐറ്റംസ് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കണം നമ്മൾ ബോഡീനെ. അതാണ് മെയിൻ വേണ്ടത്. എന്നാലേ ഇതിൽ നിന്ന് നമുക്ക് വെളിയിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ മോർണിംഗ് ആയിക്കഴിഞ്ഞാൽ ഇളം ചൂട് വെള്ളത്തിൽ നമ്മളുടെ ഗ്രാമ്പു ഉണ്ടല്ലോ, ഗ്രാമ്പു 2 ഗ്രാമ്പു ഇട്ടിട്ട് അതിൽ ഒരു പിഞ്ച് ഓഫ് മഞ്ഞളും കൂടി ഇട്ടിട്ട് ഞാൻ കലക്കിയിട്ട് അത് കുടിക്കാറുണ്ട്. പിന്നെ അത് പറ്റിയില്ലെങ്കിൽ ABC പ്ലസ് എൽ ജ്യൂസ് ഉണ്ടല്ലോ അത് കുടിക്കുക, അല്ലെങ്കിൽ അത് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു സാലഡ് പോലെ അത് കഴിക്കുക. അപ്പോൾ ഇത് രണ്ടും ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും ബോഡി ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇത്രയും തന്നെ നോക്കുക. പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്തോളാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.